ഒരു പ്രമുഖ ചാനലിന്റെ സർവേ ഫലമാണ് ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ ജയിക്കുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഒന്നാകെ NDA മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുമെന്നും സർവേ ഫലം പറയുന്നു. ഇത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. ഇടത് ഇത്തവണ തകർന്ന് തരിപ്പണമാകും. ശബരിമല വിഷയം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അയ്യപ്പനെ തൊട്ട് കളിച്ചതുകൊണ്ട് തന്നെയാണ് ഇടത് ഇത്തവണ തകരാൻ പോകുന്നതും. അതേസമയം BJP വലിയ മുന്നേറ്റമുണ്ടാക്കുമ്പോൾ 3 MP സീറ്റുകളാണ് BJP കേരളത്തിൽ പിടിക്കാൻ പോകുന്നതെന്നും സർവേ പറയുന്നു. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും പത്തനംതിട്ടയിൽ K സുരേന്ദ്രനും തൃശൂരിൽ സുരേഷ് ഗോപിയും പാട്ടും പാടി ജയിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP 3 സീറ്റിൽ വിജയം നേടുമെന്ന് സർവേ ഫലം. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ മണ്ഡലങ്ങളിലാണ് സ്വകാര്യ ചാനൽ നടത്തിയ സർവേയിൽ സാധ്യത പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന് വ്യക്തമായ ആധിപത്യമാണ് സർവേ പ്രവചിക്കുന്നത്. പത്തനംതിട്ടയിൽ 1% മാത്രം വ്യത്യാസവുമായാണ് സുരേന്ദ്രൻ സിറ്റിംഗ് MP ആന്റോ ആന്റണിയുമായി ഉള്ളത്. തൃശൂരിൽ വൈകി വന്നിട്ടും വലിയ മുന്നേറ്റം സുരേഷ് ഗോപി ഉണ്ടാക്കിയതായും സർവേ പറയുന്നു. BJP കേന്ദ്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുകയും ഇടത് വലത് മുന്നണികളെ ഞെട്ടിക്കുകയും ചെയ്യുന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് മേൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ച് 13 മുതൽ 14 വരെ സീറ്റ് UDF നേടുമെന്നാണ് പ്രവചനം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് സർവേ പറയുന്നു. രാഹുൽ ജയിക്കുമെന്ന് 45% പേരാണ് അഭിപ്രായപ്പെട്ടത്. ഇടത് സ്ഥാനാർത്ഥി സുനീറിന് 39% പേരാണ് വിജയം പ്രവചിച്ചിരിക്കുന്നത്. തുഷാറിന് വെറും 16% പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. അതേസമയം വടകര സീറ്റിൽ UDFന് കൂറ്റൻ ലീഡാണ് സർവേ പ്രവചിക്കുന്നത്. 45% പേർ K മുരളീധരൻ ജയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. CPMന്റെ P ജയരാജനെ 39% പേരാണ് പിന്തുണച്ചത്. കോഴിക്കോട് MK രാഘവൻ തന്നെ 3ാം തവണയും ജയിക്കുമെന്ന് 44% പേർ അഭിപ്രായപ്പെട്ടു. LDFന്റെ A പ്രദീപ് കുമാറിനെ 36% പേരാണ് പിന്തുണച്ചത്. കണ്ണൂർ സീറ്റിൽ UDFന്റെ K സുധാകരൻ വിജയിക്കുമെന്ന് 39% പേർ അഭിപ്രായപ്പെട്ടു. PK ശ്രീമതി വിജയിക്കുമെന്ന് 38% പേരാണ് അഭിപ്രായപ്പെട്ടതും. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.